മക്കളെ, ഈ ഒരു അവസ്ഥ അടുത്ത വർഷം മക്കൾക്ക് വരാതിരിക്കണമെങ്കിൽ നമുക്ക് ഇനി ഒരൊറ്റ വഴിയുള്ളൂ. അടുത്ത വർഷത്തെ സ്റ്റഡീസിന് വേണ്ടി ഇപ്പോഴേ ഒരു പ്രോപ്പർ പ്ലാൻ എന്ന് പറയുന്നത് സെറ്റ് ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ എക്സാമിനോ ഫാമിലി മക്കളുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് ഇപ്പൊ തന്നെയുണ്ട്. എങ്ങനെ ആയിരിക്കും എന്നാണ് മക്കൾ എല്ലാവരും ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവുക അല്ലെ. അപ്പൊ മക്കളെ, നമുക്കറിയാം ഓരോ വർഷം ചെല്ലുന്തോറും നമുക്ക് പഠിക്കാനുള്ള സബ്ജക്ട്സിന്റെ എണ്ണം കൂടി വരികയാണ്. അതുപോലെ തന്നെ കണ്ടന്റ് നോളജ് ആയാലും എക്സ്ട്രാ ആയിട്ട് നമുക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അപ്പൊ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ നമ്മുടെ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ വിചാരിച്ചത്ര മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ വർഷത്തെ ഓരോ എക്സാമിനും നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്. നമ്മുടെ ഓരോ ക്ലാസ്സസിന്റെയും ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വൺ ഷോട്ടുകളും ലൈവുകളും പാർട്ട് വൈസ് ക്ലാസ്സസ് എല്ലാം നിങ്ങൾ അടിപൊളിയായിട്ട് കണ്ടു. അതുപോലെ തന്നെ നമ്മുടെ മാരത്തോൺ ക്ലാസ്സസ്, ബൂസ്റ്റർ ലൈവ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ എക്സാമിന്റെ ഫാമിലി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ എക്സാമിന് നമ്മുടെ മക്കളെ അത്രയധികം കെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തരുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രോപ്പർ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എല്ലാവർക്കും കിട്ടുന്ന അവസരങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ് അല്ലെ. നമ്മൾ എപ്പോഴും എല്ലാവർക്കും ഒരുപോലെ അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ നമുക്കറിയാം ഓരോ ക്ലാസ് ചെല്ലുന്തോറും നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ കൂടുമ്പോൾ അതിൽ നമ്മൾ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് ഓരോ കണ്ടന്റും പഠിക്കണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ എക്സാമിൽ നിങ്ങൾക്ക് വേണ്ടി ബാച്ചസ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ബാച്ചസിലൂടെ നിങ്ങൾ പഠിക്കുമ്പോൾ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഓരോ ടോപ്പിക് വൈസും അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ഫ്രീ ക്ലാസ്സസ് മാത്രം കണ്ടുകൊണ്ട് ഇത്രയും അധികം ഫീഡ്ബാക്സ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചസിലും കൂടി ജോയിൻ ചെയ്താൽ സംഭവം കളർ ആയിരിക്കില്ലേ. അപ്പൊ അതെങ്ങനെയായിരിക്കും മക്കളെ? അപ്പൊ മക്കളെ, നമ്മുടെ SSLC ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന വഴിയായിട്ട് നിങ്ങൾക്ക് നമ്മുടെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിന്റെയും റെക്കോർഡഡ് ക്ലാസ്സസ് കിട്ടുന്നതായിരിക്കും. ഇനി റെക്കോർഡ് ചെയ്ത ക്ലാസ്സസ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈമിലെടുത്ത് കാണാനുള്ള ഒരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടുന്നുണ്ട് അല്ലെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന പോലെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാൻ പറ്റും. ഡീറ്റെയിൽ ആയിട്ട് കാമായിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ പഠിക്കാം. അപ്പോൾ ഓരോ ടോപ്പിക്സും നമ്മൾ 20 മിനിറ്റ്സ് ഡ്യൂറേഷൻ വരുന്ന കുഞ്ഞു ടോപ്പിക്സ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് എടുത്തുതരാം. വിത്ത് എന്തായിരിക്കും കുറേ എക്സ്പീരിമെന്റ്സ്, അതുപോലെ തന്നെ കുറേ ഷോർട്ട് ഫോംസ്, ട്രിക്സ്, കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മുടെ ബാച്ചസിന്റെ ക്ലാസ്സസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ക്ലാസ്സസ് എല്ലാം കണ്ട് കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് നോട്ട്സ് എഴുതേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. ഈ പറയുന്ന ക്ലാസ്സസിന്റെ എല്ലാം നോട്ട്സ് PDF ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നോട്ട്സും സെറ്റായി. ഇപ്പൊ നോട്ട്സ് കണ്ട് ഇങ്ങനെ നോക്കി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഇവിടെ നോക്കിയായിട്ട് ഒരു ഡൗട്ട് വന്നേ അല്ലെ. ഇനി ഈ ഡൗട്ട് ആരുടെ അടുത്താ ചോദിക്കാം? അതിന് നിങ്ങൾ ഡൗട്ട് അടിച്ചിരിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ലൈവ് ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ട്. അപ്പൊ ഈ ലൈവ് ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ് സെഷൻസിലൂടെ നമ്മുടെ ടീച്ചേഴ്സിന്റെ അടുത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇന്ററാക്ട് ചെയ്ത് ക്ലാസ്സസിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ ക്ലാസ് കണ്ടു, നോട്ട് എഴുതി, ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തു. ഇനി ഇതെല്ലാം പഠിച്ചതെല്ലാം ഈ തലക്കകത്തോട്ട് കയറിയാന്ന് അറിയണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എക്സാംസും നിങ്ങൾക്ക് വീക്ക്ലി ആയിട്ട് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഓരോ ടോപ്പിക്സും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ എക്സാം എഴുതി. ഇത് മാത്രം മതിയോ? ഈ PDF നോട്ട്സ് മാത്രം വെച്ചിട്ടോ ഈ ഒരു കംപ്ലീറ്റ് സിലബസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ എക്സാമിന് നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ബുക്ക് സെറ്റ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ബുക്ക് സെറ്റിനകത്ത് ഓരോ ബുക്കിന്റെ ഉള്ളിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസിന്റെ എല്ലാം സൊല്യൂഷനും അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിത്ത് ആൻസേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ 1-2 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമാണ് നമ്മുടെ ബുക്ക്ലെറ്റിൽ ഉള്ളതെങ്കിൽ ഇതൊന്നും പോരാതെ കഴിഞ്ഞ കുറേ വർഷങ്ങളിലായിട്ട് നമ്മുടെ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ട് ഒരു PYQസിന്റെ ഒരു അടിപൊളി സെക്ഷൻ വീഡിയോയും നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമ്മുടെ ഫാക്കൽറ്റീസ് തന്നെ ഈ ഓരോ PYQസും എടുത്ത് കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് അതിന്റെ വീഡിയോയും ഒപ്പം അതിന്റെ നോട്ട്സും കൂടി നിങ്ങൾക്ക് സെറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ എക്സാമിനെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കാരണം അത്രയും പാറ്റേൺ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ മക്കളെ, 10th എന്ന് പറയുന്നത് SSLC എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആണ്. കാരണം ഇതിനെ ബേസ് ചെയ്തിരിക്കും നിങ്ങൾ എങ്ങനെയാണ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിങ്ങൾ പഠിക്കണം, ഏത് കോഴ്സ് ചൂസ് ചെയ്യണം. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഭാവിയിലുള്ള നമ്മുടെ കരിയറും ജോലിയും കാര്യങ്ങളെല്ലാം. അപ്പൊ ഇപ്പൊ നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത് അല്ലെ. ഇപ്പൊ നിങ്ങളുടെ കയ്യിലാണ് താക്കോലുള്ളത്. നിങ്ങളാണ് ഏത് ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പൊ നിങ്ങൾ തുറക്കേണ്ടത് തീരുമാനിക്കേണ്ടത്. കാരണം എല്ലാവർക്കും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഒരുപോലെയാണ്. പക്ഷേ നമ്മൾക്ക് കുറേ പേർക്ക് എന്താണ് ഫുൾ A+ കിട്ടുന്നു, കുറച്ച് പേർക്ക് കിട്ടുന്നില്ല. അതിനൊക്കെ കാരണം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ മക്കളെ, നമ്മുടെ ബാച്ചസിലെ ആദ്യം മുതലേ നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, ആനുവൽ എക്സാം, ഈ 3 പരീക്ഷയിലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അതല്ലാതെ ലാസ്റ്റ് മിനിറ്റിൽ മാത്രം റഷ് ചെയ്ത് ആനുവൽ എക്സാം മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിലോ അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നത് നിങ്ങൾ തന്നെയായിരിക്കും.
അപ്പൊ ഇനി നിങ്ങളുടെ ചാൻസ് ആണ് നിങ്ങൾ എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഡിസിഷൻ എടുക്കുന്നു എന്നുള്ളത് അല്ലെ. അപ്പൊ മക്കളെ നിങ്ങൾ ആലോചിക്കുക, എല്ലാവർക്കും കിട്ടുന്ന അവസരങ്ങളൊക്കെ ഒരുപോലെയാണ്. ആ അവസരങ്ങൾ കറക്റ്റ് ടൈമിൽ എങ്ങനെ നമ്മൾ ചൂസ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾക്ക് എപ്പം മുതൽ പഠിച്ചു തുടങ്ങണം എന്നുള്ളത്. ലാസ്റ്റ് മിനിറ്റിൽ ഓടി പഠിച്ചു തീർക്കണം, അതോ ആദ്യം മുതൽ റിലാക്സ് ചെയ്ത് പഠിക്കണം എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പൊ ആലോചിക്കുക. അപ്പൊ നിങ്ങളാണ് ഇനി തീരുമാനം എടുക്കേണ്ടത്. അപ്പൊ എല്ലാവരും നല്ലപോലെ ആലോചിച്ച് നമ്മുടെ ബാച്ചസിൽ കറക്റ്റ് ടൈമിൽ നിങ്ങൾ തന്നെ ജോയിൻ ചെയ്യുക. അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ മേക്ക് എ വൈസ് ഡിസിഷൻ.